ഈ ഒരു റോസാ ചെടി ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. കാരണം ആൾ നന്നായിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാനൊരു നല്ല പോട്ടി മിക്സും കാര്യങ്ങളും കൊടുത്ത് ഒരു തണലത്തോട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ലക്കെന്ന് പറയാൻ സാധനം നല്ല ഉഷാറായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. ദാ അതിനകത്തൊരു മഞ്ഞ ഫ്ലവറും വന്നു കേട്ടോ. അത്രത്തോളം നശിച്ചു എന്ന് ഞാൻ വിചാരിച്ചൊരു പ്ലാന്റാണ്. പക്ഷെ കളയാനായിട്ട് തോന്നാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് മാറ്റി വെച്ച് നോക്കിയതാണ്. പക്ഷെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു അമ്പലത്തിൽ പോയപ്പോൾ വളരെ വിലക്കുറവിൽ ഞാൻ 1, 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ പിടിച്ചു കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ എൻ്റെ റോസാ കളക്ഷൻസ് ആട്ടോ. ഇതിനകത്ത് ചിലതിലൊക്കെ പൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റോസയ്ക്ക് മറ്റ് ചെടികളെക്കാൾ കുറച്ച് കൂടുതൽ കെയർ ആവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം ആദ്യം കൊണ്ടുവരുന്ന പൂവല്ലാതെ പിന്നൊരു ഫ്ലവറോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പിടിക്കാറില്ല. അങ്ങനെ ഒരുപാട് റോസാ ചെടികൾ എൻ്റെ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അത്യാവശ്യം കെയറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെയും പിന്നെയും ഇത് അത്യാവശ്യം പൂവിടുന്നുണ്ട് കേട്ടോ. പൂ പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ നല്ലപോലെ പൂ പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഞാനതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു നല്ല പോട്ടി മിക്സ് കൊടുക്കും, അത്രയേ ഉള്ളൂ.